Good morning all. Welcome to a dream exam oriented class. ഇന്ന് നമ്മൾ യൂണിറ്റ് 9ലേക്കാണ് പോകുന്നത്. യൂണിറ്റ് 9 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ കണ്ട പോലെ തന്നെ യൂണിറ്റ് 9ലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നോക്കൂ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. ഒരു പൂർണ്ണ മത്സര വിപണിയിലെ ഇക്വിലിബ്രിയം ലെവലിലുള്ള വിപണികളെയും ഇൻഡസ്ട്രികളെയും പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണ മത്സര വിപണി, ആ പൂർണ്ണ മത്സര വിപണിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്നും അതേപോലെ തന്നെ അതിൽ വരുന്ന ഡയഗ്രാംസുമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഈ ഒരു യൂണിറ്റിൽ വരുന്ന പ്രധാന ടോപ്പിക്കാണ് ഏത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഒരു പൂർണ്ണ മത്സര വിപണിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് എഴുതാൻ പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻഡസ്ട്രി ഈസ് ഫ്രാഗ്മെന്റഡ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം? ഫ്രാഗ്മെന്റഡ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഫേം പ്രൊഡ്യൂസേഴ്സ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഫേം പ്രൊഡ്യൂസ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ഒരു വിപണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ്? ഹോമോജീനിയസ്, ഏകാത്മക സ്വഭാവമുള്ള പ്രോഡക്റ്റുകളാണ് ഒരു വിപണി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, പെർഫെക്റ്റ് നോളജ് ഇൻഫർമേഷൻ. ഒരു പൂർണ്ണ മത്സര വിപണിയിൽ ഒരു പ്രൊഡ്യൂസറിന് എന്തുണ്ടായിരിക്കണം? പെർഫെക്റ്റ് നോളജ് ഇൻഫർമേഷൻ, അറിവും ഉണ്ടായിരിക്കണം. പൂർണ്ണമായ അറിവും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ, ഇൻഫർമേഷൻസും വിവരങ്ങളും ആരിലുണ്ടായിരിക്കണം? ഒരു പ്രൊഡ്യൂസറിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു പൂർണ്ണ മത്സര വിപണിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡസ്ട്രി എങ്ങനെയായിരിക്കാം? ഫ്രാഗ്മെന്റഡ് ആയിരിക്കാം. സെല്ലേഴ്സും ഉണ്ടായിരിക്കും, ബയേഴ്സും ഉണ്ടായിരിക്കും. വാങ്ങുന്നവനും ഉണ്ടായിരിക്കും, വിൽക്കുന്നവനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്രാഗ്മെന്റഡ് ആണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താ? ഫേം പ്രൊഡ്യൂസ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ഒരു വിപണി എങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോമോജീനിയസ്, ഏകാത്മക സ്വഭാവം. ഒരു വിപണി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെയാണ്? ഏകാത്മക സ്വഭാവമുള്ളതാണ്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, പെർഫെക്റ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. പൂർണ്ണമായ അറിവും ഇൻഫർമേഷനും ഉണ്ടായിരിക്കണം ഒരു പ്രൊഡ്യൂസറിന്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ എന്തായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? സ്വഭാവ സവിശേഷതയാണ്. പെർഫെക്റ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. ആൻഡ് ഫോർത്ത് വൺ, ദ ഇൻഡസ്ട്രി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ്. അതേപോലെ തന്നെ വിഭവങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. ആൻഡ് ഫിഫ്ത് വൺ, ദർ ആർ നോ ബാരിയേഴ്സ് ടു എൻട്രി. പ്രവേശനത്തിന് ബാരിയർ മീൻസ് എന്താണ്? തടസ്സങ്ങളില്ല. ഒരു വിപണിയിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാനും ആർക്ക് വേണമെങ്കിലും അതിൽ നിന്നും തിരിച്ചു പോവാനും, എൻട്രി ആൻഡ് എക്സിറ്റ്, ആർക്ക് വേണമെങ്കിലും വിപണിയിലേക്ക് കടന്നു വരാനും ആർക്ക് വേണമെങ്കിലും വിപണിയിൽ നിന്ന് തിരിച്ചു പോകാനുമുള്ള എന്തുണ്ടായിരിക്കാം? സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. അതാണ് അവിടെ എന്തില്ല എന്ന് പറയുന്നു? there are no barriers to entry. അവിടെ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല.
അപ്പോ കുട്ടികളെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സ്വഭാവ സവിശേഷതയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നന്നായിട്ട് നിങ്ങൾ എക്സാമിന് പോയിന്റും ആ പോയിന്റിനോടൊപ്പമുള്ള അത് ഡിഫൈൻ ചെയ്ത കാര്യങ്ങളും നന്നായി നോക്കുക. അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. ദ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, ഷോർട്ട് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. ശ്രദ്ധിക്കുക. ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഒരു പൂർണ്ണ മത്സര വിപണിയിലെ ഫേം ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. വിപണി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉണ്ടാകാം. അതിൽ ഷോർട്ട് റൺ പ്രൈസ് ആൻഡ് ആ ഷോർട്ട് റണ്ണിലെ പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയായിരിക്കാം എന്നാണ് സെക്കൻഡ് ടോപ്പിക്കിലൂടെ നമ്മൾ നോക്കുന്നത്. ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. വിപണി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷോർട്ട് റണ്ണിലും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ലോങ് റണ്ണിലും ഉണ്ട്. അപ്പൊ ആ വിപണിയുടെ ഷോർട്ട് റൺ പ്രൈസും ഔട്ട്പുട്ടും ഏതൊക്കെ രീതിയിലാണ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ്, ലോസ്. നോർമൽ പ്രോഫിറ്റിന്റെ പ്രത്യേകതകൾ എന്താ എന്ന് നമുക്ക് നോക്കാം. അബ്നോർമൽ പ്രോഫിറ്റിന്റെ പ്രത്യേകതകൾ എന്താ നോക്കാം. ലോസ്. നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഉൽപാദന സ്ഥാപനം തുടങ്ങി ഷോർട്ട് റണ്ണിലാട്ടോ, ഷോർട്ട് റണ്ണില് സംഭവിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ പറയണത്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ട? ഹ്രസ്വ കാലഘട്ടമാണ്. അപ്പൊ ആ വളരെ കുറഞ്ഞ കാലഘട്ടം, ഈ ഹ്രസ്വ കാലഘട്ടത്തില് വിപണിക്ക് സംഭവിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷനില് വിപണികൾക്ക് സംഭവിക്കുന്ന ഷോർട്ട് റണ്ണിലുള്ള പ്രത്യേകതകളാണ് നമ്മളിവിടെ നോക്കുന്നത്. 3 തരത്തിലുണ്ട്. നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ആ 2 അബ്നോർമലി കഴിഞ്ഞ പിന്നെ ഏതൊക്കെ എത്തുക? ലോസ്, നഷ്ടം. അപ്പൊ കുട്ടികളെ, ഒരു വിപണി, ഒരു ഷോർട്ട് ടേമില് വിപണിയിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ വിപണിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് ഇത് തിയറി ആയിട്ട് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 ഡയഗ്രവും അതിന്റെ താഴെ വരുന്ന കാര്യങ്ങളും എഴുതി വെച്ചാൽ തന്നെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, ഷോർട്ട് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഫേം ഷോർട്ട് റൺ ആയിരിക്കുമ്പോഴും ലോങ് റൺ ആയിരിക്കുമ്പോഴും എങ്ങനെയൊക്കെയാണ് പ്രൈസും ഔട്ട്പുട്ടും വ്യക്തമാക്കുന്നത് എന്നാണ് അവിടെ നോക്കുന്നത്. അവിടെ ശ്രദ്ധിക്കൂ. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വരിക? ഈ ഭാഗം വെർട്ടിക്കൽ ആക്സിസ് ആണ്, ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, ഇവിടെ പ്രൈസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഈ ലൈനില്ലേ, ഈ ലൈന് AR ആവറേജ് റവന്യൂവിനെയും മാർജിനൽ റവന്യൂയെയും ഡിമാൻഡിനെയും കാണിക്കാനാണ് ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലൈന് കൊടുത്തിട്ടുള്ളത്. ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഡി പറയുന്നത് ഡിമാൻഡ്. AR എന്ന് പറഞ്ഞാൽ ആവറേജ് റവന്യൂ, MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ, ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. ഈ 3 എണ്ണത്തിനെയും മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ലൈന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം തുല്യമാകുന്നതാണ്. ഏതൊക്കെ? മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡും ഈക്വൽ ആകുമ്പോൾ ഒരു ഷോർട്ട് ടേമില് വിപണി ഏൺ ചെയ്യുന്നതാണ് എന്ത്? നോർമൽ പ്രോഫിറ്റ്. അപ്പോ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആകണം? MC ഈക്വൽ, AC ഈക്വൽ, AR ഈക്വൽ, അതേപോലെ തന്നെ ഏതാ? MR ഈക്വൽ, ഡിമാൻഡ്. ഏതൊക്കെ അവിടെ ഈക്വൽ ആയിത്തീരുന്നുണ്ട്? മാർജിനൽ കോസ്റ്റും കോസ്റ്റും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡും. ഇത്രയും കാര്യങ്ങൾ അവിടെ ഈക്വൽ ആകുന്നതിനെയാണ് എന്ത് പറയുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രാം വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഷോർട്ട് ടേമിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ ഷോർട്ട് ടേമില് പ്രൈസും ഔട്ട്പുട്ടും ഏൺ ചെയ്യുന്ന വിധമാണ് പറയുന്നത്.
അതിൽ നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ARഉം MRഉം Dയും ഒക്കെ ഈക്വൽ ആവുന്നതാണ്. ഏത് അപ്പോഴാണ് എന്ത് ചെയ്യാൻ സാധിക്കുക? നോർമൽ പ്രോഫിറ്റ്. അതുകൊണ്ട് QPI മൈനസ് മാക്സിമം നോർമൽ പ്രോഫിറ്റ് അറ്റ് QPI മൈനസ് മാക്സിമം AR ഈക്വൽ AC. ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഇവിടെ കണ്ടോ, ആവറേജ് റവന്യൂ ഇത്, ആവറേജ് കോസ്റ്റ് ഇവിടെ, ഇതും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ഏൺ ചെയ്യുന്നത്? നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഇനി അബ്നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എന്ന് നോക്കാം. അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ ഇവിടെ മാറ്റല്ലേ? ഇതേപോലെയാണോ? അല്ല. ഇവിടെ നോക്കൂ, പ്രൈസ്, കോസ്റ്റ്, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഡിമാൻഡും മുകളിലാണ് വരുന്നത്. മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഏതിൽ ടച്ച് ആവുന്നില്ല? ARൽ ടച്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ QPI മൈനസ് മാക്സിമം അബ്നോർമൽ പ്രോഫിറ്റ് അറ്റ് QPI മൈനസ് മാക്സിമം AR മൈനസ് AC. കണ്ടോ, ARഉം ACയും ആവറേജ് ഇതാ. AR എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ലൈനിനെ നമ്മൾ AR ആയിട്ടും MR ആയിട്ടും D ആയിട്ടും കാണണം കേട്ടോ. ഈ പ്രൈസ് ലൈനിനെ അതും അതേപോലെ തന്നെ ACയും ARഉം ACയും മൈനസ് ചെയ്ത് പിന്നെന്താ ചെയ്യുന്നത്? Q കൊണ്ട് ഇവിടെ Q ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഏത് പ്രോഫിറ്റ് കിട്ടുക എന്നാ പറയുന്നത്? അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ആൻഡ് ദെൻ അടുത്തതാണ് ലോസ്, നഷ്ടം. എപ്പോഴൊക്കെയാണ് നഷ്ടം സംഭവിക്കുക? ഏത് ടൈമിലാണ് വിപണിയിൽ നഷ്ടം സംഭവിക്കുന്നത്? അതായത് ഇവിടെ നോക്കിക്കോളൂ, ഇത് നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് കർവാണ്, ഇത് ആവറേജ് കോസ്റ്റ് കർവാണ്, ഇത് പ്രൈസ് ആണ്, ഇത് ഈ ലൈന് പറയുന്നത് AR, ഈ ലൈന് MR, ഡിമാൻഡ്, ഈ ലൈന് ഒക്കെ നമുക്കറിയാം. ഇവിടെയും എങ്ങനെയാണ് ലോസിലേക്ക് എത്തുന്നത്? ഇത് ഈക്വൽ ആവുന്നുണ്ടോ? AC ഈക്വൽ ആവുന്നുണ്ടോ? ഇല്ല. ARൽ നിന്നും AC മൈനസ് ചെയ്തിട്ട് ഏത് കൊണ്ട് ഗുണിച്ചു നോക്കും? Q കൊണ്ട് ഗുണിച്ചു നോക്കുമ്പോഴാണ് ഏതും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോസും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികളെ, ഈ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഒരു ഷോർട്ട് റൺ പീരിയഡിൽ 3 രീതിയിൽ കൂടെ കടന്നു പോകുക. നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവാം, അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകാം, ലോസും ഉണ്ടാകാം. ഇത്രയാണ് ഈ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാന മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് ലോങ് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ PC ഫേം. ലോങ് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ PC ഫേം. എന്താ അവിടെ പറയുന്നത്? ലോങ് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ PC ഫേമില് അടുത്തതായിട്ട് എക്സാമിന് ചോദിക്കാവുന്ന ടോപ്പിക് ശ്രദ്ധിച്ചോളൂ. ലോങ് റൺ, ഇവിടെ ഷോർട്ട് റൺ ആണ് ടീച്ചർ പറഞ്ഞത്, അടുത്തത് ലോങ് റൺ ആട്ടോ പറയുന്നത്. ലോങ് റൺ പ്രൈസും ഔട്ട്പുട്ടും PC ഫേം എന്ന് പറഞ്ഞാൽ ഏതാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേമില് ഷോർട്ട് റൺ ആണ്. ഷോർട്ട് റൺ ചോദിച്ചാൽ ഈ 3 കർവും വരയ്ക്കുക. നോർമൽ പ്രോഫിറ്റും അബ്നോർമൽ പ്രോഫിറ്റും ലോസും വരയ്ക്കുക. ഇനി നമ്മൾക്ക് ലോങ് റണ്ണില് പ്രൈസും ഔട്ട്പുട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. അതില് 3 പോയിന്റ്സുകൾ തരുന്നുണ്ട്. ഈച്ച് ഫേം മാക്സിമൈസ് long run profit with respect to output and planned size. അവിടെ ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? ഈച്ച് ഫേം maximizes its long run perfect with respect to output and planned size. അതായത് പ്ലാന്റിന്റെ സൈസും ഔട്ട്പുട്ടും തമ്മിൽ നോക്കി, ആ പ്ലാന്റിന്റെ സൈസും ഔട്ട്പുട്ടും നോക്കി എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്താൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് ആയിട്ട് പറയുന്നത് ഈച്ച് ഫേം എക്കണോമിക് പ്രോഫിറ്റ് ഈസ് 0 ആൻഡ് തേർഡ് വൺ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ മാർക്കറ്റ് സപ്ലൈ. ഇങ്ങനെ 3 കാര്യങ്ങളിലൂടെയാണ് ലോങ് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ PC ഫേം. PC ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താ?
each firm maximize its long run profit with respect to output and plant size. The second one, each firm economic profit is zero. And third point, market demand equal market supply. Market demand market supply equal ആകുന്നു. ഇത്രയും അതുകൊണ്ട് തന്നെ ഇവിടെ കർവോട് നോക്കൂ. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഇത് വെറും ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇതൊക്കെ ഈക്വൽ ആകുമ്പോഴാണ് ലോങ് റണ്ണില് ഒരു വിപണി എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇവിടെ എന്തൊക്കെ ഈക്വൽ ആകണം? ലോങ് റണ്ണില് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ FMC, ഷോർട്ട് റണ്ണില് FMC ഈക്വൽ, ഷോർട്ട് റണ്ണിലെ ആവറേജ് കോസ്റ്റ് ഈക്വൽ വെറും ആവറേജ് കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഈക്വൽ ആകണം. എവിടെ? ലോങ് റണ്ണില്. ലോങ് റണ്ണില് ഇവരൊക്കെ ഈക്വൽ ആകുമ്പോഴാണ് ലോങ് റണ്ണിൽ എന്ത് ഏൺ ചെയ്യാൻ സാധിക്കുക? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയഗ്രത്തിലേക്ക് നോക്കുന്നു മക്കളെ. ഇവിടെ പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ്, അതേപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി, ഇതും കൂടി ഈ ലെവലിൽ ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് ചെയ്തു വെച്ചാൽ ലോങ് റൺ പീരിയഡില്, ദീർഘകാലഘട്ടത്തില് PC ഫേം എങ്ങനെയാണ് ഔട്ട്പുട്ട് ഏൺ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഡയഗ്രത്തിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ഈ 3 പോയിന്റുകൾ എഴുതി വെക്കുക, എന്നിട്ട് ഈ ഡയഗ്രം വരയ്ക്കുക. അത്രയും ചെയ്താൽ മതി. ഇതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി ചൂണ്ടിക്കാണിക്കുന്നത്. നാലാമതായിട്ട് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ഫോർ ഫേം. എന്താ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് ഈവൻ, ബ്രേക്ക് എന്താ? ബ്രേക്ക് പറഞ്ഞാൽ എന്താ? നിർത്തി. ബ്രേക്ക് ചെയ്യാറ നമ്മൾ വണ്ടി നിർത്തില്ല, അതേപോലെ. അല്ലെങ്കിൽ ഷട്ട് ഡൗൺ, നിർത്തിവെച്ചു. എന്താ അവിടെ നിർത്തിവെക്കുന്നത്? നിർത്തിവെക്കിയത് എന്താ? നമ്മളൊരു ഒരു വിപണിയില് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്നും നമുക്ക് നോർമൽ പ്രോഫിറ്റും ഇല്ല. നോർമൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ പിന്നെ നഷ്ടത്തിലേക്കാ കിടക്കുക. നോർമലായിട്ടും പ്രോഫിറ്റ് ഇല്ല, വെറും ലോസ് ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ആ ബിസിനസ് സ്ഥാപനം എന്തിലേക്ക് പോകും? ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ചെയ്യാറുണ്ട്, അത് അവിടെ നിർത്തിവെക്കും. അതാണ് നാലാമത്തെ ടോപ്പിക്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏത്? ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട് ഫോർ ഫേം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ നമുക്ക് നോക്കാം. When a firm is earning marginal profit, output is at the point where AR equal AC. This is break-even point of output. When a firm is earning normal profit, ഒരു ഫേം എപ്പോഴും ഏൺ ചെയ്യുന്നത് എന്തായിരിക്കാം? നോർമൽ പ്രോഫിറ്റ് ആയിരിക്കാം. ഔട്ട്പുട്ട് ഈസ് അറ്റ് ദ പോയിന്റ് വേർ AR equal AC. അതുകൊണ്ട് ഔട്ട്പുട്ട് എങ്ങനെ ഈക്വൽ ആയിരിക്കാം? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ARഉം ACയും ഈക്വൽ ആയിരിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. When a firm is earning normal profit, ഒരു വിപണി നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോൾ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവും. അതിനുശേഷമാണ് എന്തിലേക്ക് പോകുക? നോർമൽ പ്രോഫിറ്റിൽ നിന്നും, നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോൾ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കാം. പക്ഷെ അതും കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് ഏത്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു ബിസിനസ് സ്ഥാപനം, സാധാരണ കേസിൽ ബിസിനസ് സ്ഥാപനം നോർമൽ പ്രോഫിറ്റ് ആണ് പറഞ്ഞാൽ എന്തായിരിക്കാം? കുറഞ്ഞ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കുറെ ഒന്നും കിട്ടണില്ല, കുറഞ്ഞ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഈക്വൽ ആയിരിക്കാം? ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കാം. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നോർമൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തിലേക്ക് പോകുന്നു? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? when a firm is earning normal profit, output is at the point where AR equal AC. ഒരു വിപണി നോർമൽ പ്രോഫിറ്റിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം? ARഉം ACയും ഈക്വൽ ആയിരിക്കാം. പക്ഷെ പിന്നീട് ആ വിപണി എന്തിലേക്ക് പോകുന്നു? ബ്രേക്ക് ഈവണിലേക്ക്. നോർമൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ പിന്നെ വിപണിയിൽ എന്താ സംഭവിക്കുക? ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്.
ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് എവിടേക്ക് എത്താം? ദ ഷട്ട് ഡൗൺ പോയിന്റ്. അത് താഴേക്ക് പോരുന്നു. ദ പോയിന്റ് അറ്റ് വിച്ച് ഫേം ഈസ് ലൈക്ലി ടു ലീവ് ദ മാർക്കറ്റ്. അത് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഒരു വിപണി എവിടേക്ക് എത്തുക? നോർമൽ പ്രോഫിറ്റിലാവും. നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോൾ എസിയും എആറും ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവും. നോർമൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റും കഴിഞ്ഞാൽ പിന്നെ എന്തിലേക്ക് എത്തുക? ഷട്ട് ഡൗൺ പോയിന്റ്. നിർത്തിവെച്ചു. ഷട്ട് ഡൗൺ ചെയ്തു പറഞ്ഞാൽ എന്താ? ആ സ്ഥാപനം അവിടെ നിർത്തിവെച്ചു. അതാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് the point at which firm is likely to leave the market. വിപണി മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. If the output level where it is equally costly for the firm continue producing as it is for the firm to leave the market. അപ്പോ വിപണിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ തുല്യമായി നല്ല രീതിയിൽ ചെലവും വരുമാനത്തിനെയും തുല്യമായ രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്നും ലീവ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിന്റെ ഡയഗ്രാംസ് നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കും. ആ ഡയഗ്രാം കൂടി നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം. അപ്പോ ഷട്ട് ഡൗൺ പോയിന്റ് അഥവാ ബ്രേക്ക് ഈവൻ പോയിന്റ് എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഷട്ട് ഡൗൺ പോയിന്റ് അഥവാ ബ്രേക്ക് ഈവൻ പോയിന്റ് പറഞ്ഞാൽ എന്താണ്? ആദ്യം വിപണി എവിടെ എത്തുക? നോർമൽ പ്രോഫിറ്റിൽ എത്തും. ആ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോ എങ്ങനെയാണ്? ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. പക്ഷെ നോർമൽ പ്രോഫിറ്റ് കഴിഞ്ഞാൽ വിപണി എവിടേക്ക് പോകും? ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് പോകും. ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സാധ്യത? ഷട്ട് ഡൗൺ. ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ വിപണിക്ക് അവിടെ ഇൻഡസ്ട്രിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് അവിടെ എന്ത് ചെയ്യും? നിർത്തിവെക്കും. അങ്ങനെ നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ആ സ്ഥാപനം ലീവ് ചെയ്ത് അത് മാർക്കറ്റിൽ നിന്നും അത് വേണ്ടാന്ന് കരുതി പോകുന്നതാണ് ഏത്? ഷട്ട് ഡൗൺ പോയിന്റ് അഥവാ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ അതിലൊരു ഡയഗ്രാം വരുന്നുണ്ട്. അതും കൂടി നിങ്ങളെ മെറ്റീരിയലിൽ നിന്ന് നന്നായി നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 9 നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ 10th ചാപ്റ്റർ മൊണോപ്പൊളി പ്രൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളി പ്രൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളി പറഞ്ഞാൽ എന്താണ്? കുത്തക. ആ മൊണോപ്പൊളിയുടെ പ്രൈസും ഔട്ട്പുട്ടിൻ്റെയും ഡിസിഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും മെയിനായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഒന്ന് നോക്കാം. അതിൽ നമുക്ക് ആദ്യം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മൊണോപ്പൊളിയാണ്. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുത്തകാത്മക വിപണി എന്ന് പറയാം. മൊണോപ്പൊളി ഫേം എന്ന് പറഞ്ഞാൽ അതായത് വെറും കുത്തക മാത്രം നിലനിൽക്കുന്നു. അപ്പൊ എന്താണ് കുത്തക പറഞ്ഞാൽ എന്താ? ചില പ്രോഡക്റ്റുകളിൽ പ്രോഡക്റ്റ് ഒരാളിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രോഡക്റ്റ് ഒരാൾ മാത്രം. ഇപ്പൊ നമുക്കറിയാം ചില മെഡിസിൻസ് അങ്ങനെയാണ്, മൊണോപ്പൊളി ആയിരിക്കും, അത് എവിടുന്നും കിട്ടാണ്ടാവില്ല. അതേപോലെ തന്നെ ചില യന്ത്രങ്ങളുടെ ടൂളുകൾ മൊണോപ്പൊളി ആയിരിക്കും. അങ്ങനെ ഈ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ അവിടെ കുത്തകാത്മകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മൊണോപ്പൊളി? മീനിങ് ഓഫ് മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ദ വേർഡ് മൊണോപ്പൊളി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്. അതായത് മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേർഡുകളിൽ നിന്നാണ് ഈ മൊണോപ്പൊളി എന്ന വേർഡിനെ നിർവചിക്കുന്നത്. മോണോ ആൻഡ് പൊളി. മോണോ എന്നും പൊളി എന്നും 2 വേർഡുകളിൽ നിന്നാണ് ഏതിന്റെ ഉത്ഭവം? മൊണോപ്പൊളിയുടെ ഉത്ഭവം. The word monopoly has been derived from the combination of 2 words mono and poly. Mono refers to a single entity. മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ എൻറ്റൈറ്റി, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒറ്റയ്ക്കുള്ളത് മാത്രമാണ് ഏത്? മോണോ. അതാണ് സിംഗിൾ എൻറ്റൈറ്റി. എന്നാൽ പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ.
അപ്പോ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നവർ, അതാണ് മൊണോപ്പൊളി. അവിടെ ശ്രദ്ധിക്കുക, ദ വേർഡ് മൊണോപ്പൊളി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്. രണ്ട് വേർഡിന്റെ കോമ്പിനേഷനിൽ നിന്നാണ് മൊണോപ്പൊളി എന്ന വേർഡ് രൂപം കൊടുത്തത്. മോണോ എന്നും പൊളി എന്നും. ഇനി മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എൻറ്റിറ്റി, പൊളി എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അപ്പൊ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് എന്ത്? മൊണോപ്പൊളി. ഇൻ ദിസ് വേസ് monopoly refers to a market situation in which there is only one seller of a commodity. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? There is only one seller of a commodity. ഒരാൾ മാത്രം വിൽക്കാനുണ്ടാവുക. ഒരു കമ്മോഡിറ്റിയിൽ ഒരാൾ മാത്രം വിൽക്കാനുണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൊണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കുത്തകയാണ് നിലനിൽക്കുന്നത്. ഒരു സാധനം ഒരാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ നമുക്ക് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും ഉണ്ടാവും. എന്നാൽ ചില മെഡിസിൻസ്, ചില രോഗങ്ങളുടെ മെഡിസിൻസ്, അതേപോലെ ചില യന്ത്രങ്ങളുടെ ടൂളുകളെ, അത്തരം പ്രോഡക്റ്റുകളൊക്കെ വിൽക്കാൻ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഒരു സാധനം വിൽക്കാൻ ഒരാൾ മാത്രം ഉള്ളതിനെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോസസ് ഓഫ് മൊണോപ്പൊളി, മൊണോപ്പൊളിയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. മൊണോപ്പൊളിയുടെ കോസസ് എന്തൊക്കെയാണ് കോസസ് എന്ന് നോക്കാം. മൊണോപ്പൊളി ഒരു നാച്ചുറൽ ആണ്, ഒരു യഥാർത്ഥമായിട്ടുള്ള കേസാണ് ഏത്? മൊണോപ്പൊളി. മൊണോപ്പൊളി ഒരു ടെക്നിക്കൽ ആണ്, കാരണം ടെക്നിക്കൽ ഫീൽഡാണ് മൊണോപ്പൊളിയെ യൂസ് ചെയ്യുന്നത്. കാരണം വിൽക്കാന് ഒരാൾ മാത്രം ഉണ്ടാവുക കാരണം അതൊരു ടെക്നിക്കൽ ഐറ്റം ആയിരിക്കും. നമുക്കറിയാം യന്ത്രങ്ങളുടെയും അതേപോലെ തന്നെ ടെക്നിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിവുള്ളവർ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിയുടെ പ്രത്യേകത നോക്കുമ്പോൾ അതൊരു നാച്ചുറൽ ആണ്, അത് ടെക്നിക്കലാണ്, ലീഗലാണ്, ലാർജ് എമൗണ്ട് ആയിരിക്കാം, അത് സ്റ്റേറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ വിശദീകരണം നിങ്ങളുടെ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അപ്പോ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന പ്രധാന ടോപ്പിക്കാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. മീനിങ് ഓഫ് മൊണോപ്പൊളിയും അതിന്റെ കോസസ് ഓഫ് മൊണോപ്പൊളിയും. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി. ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി. എന്താണ് ഡിമാൻഡും റവന്യൂ കർവും? ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ഓഫ് ദ downward curve facing a monopolist. The demand curve facing an industrial firm under perfect competition. It is a horizontal straight line. But the demand curve facing the whole industry under perfect competition. എന്താണ് പറയുന്നത്? It is important to understand the nature of the demand curve facing a monopolist. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഡിമാൻഡ് കർവ് എന്തിനെ ഫേസ് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് കർവ് എപ്പോഴും എന്ത് ഫേസ് ചെയ്യപ്പെടാം? മൊണോപ്പൊളിസ്റ്റ്. ദ ഡിമാൻഡ് കർവ് ഫേസിംഗ് ആൻ ഇൻഡസ്ട്രിയൽ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. ബട്ട് ദ ഡിമാൻഡ് കർവ് ഫേസിംഗ് ഓൾ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പൊതുവെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ഉണ്ടായിരിക്കുക എങ്കിലും ഈ ഡിമാൻഡ് കർവും എപ്പോഴും എന്തിനെ ഫേസ് ചെയ്യാം എന്നാ പറയുന്നത്? ചില സാഹചര്യങ്ങളിൽ മൊണോപ്പൊളിയെ ഫേസ് ചെയ്യാം. പൊതുവെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ഡിമാൻഡ് കർവ് ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ പറയണം മൊണോപ്പൊളിയിലും ഏത് ഉണ്ടാകാറുണ്ട്? മൊണോപ്പൊളി ഏതിലുണ്ടാകാറുണ്ട്? ഡിമാൻഡ് കർവിന്റെ കേസിൽ ഉണ്ടാകാറുണ്ട്. അവിടെ ശ്രദ്ധിച്ചു നോക്കൂ. മൊണോപ്പൊളി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു സാധനം മാത്രം വിൽക്കുന്ന ആളുകളെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഒരു സാധനം മാത്രം അവിടെ വിൽക്കാൻ ആരേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിനെയാണ് ഇവിടെ മൊണോപ്പൊളി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മളത് മനസ്സിലാക്കണം. ഡിമാൻഡ് കർവ്
മൊണോപ്പൊളിസ്റ്റിന്റെ കേസിലും ഫേസ് ചെയ്യാറുണ്ട്. പൊതുവെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിലാണ് ഡിമാൻഡ് കർവ് ഫേസ് ചെയ്യാറുള്ളതെങ്കിലും മൊണോപ്പൊളിയുടെ കേസിലും ഡിമാൻഡ് കർവ് ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർവ് നോക്കി നോക്കൂ. ഇവിടെ ആദ്യം സാധാരണ നോർമല്, പിന്നെ എന്താണ് കാണിക്കുന്നത്, അവിടെ എല്ലായിട്ട് പ്രൈസ് താഴുന്നുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ N ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ H ആയിട്ട് പ്രൈസ് കൂടുന്നുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസ് ഡിമാൻഡ് കർവിന്റെ കേസിൽ മൊണോപ്പൊളി വരാറുണ്ട് എന്നാണ് ഈ കർവ് സൂചിപ്പിക്കുന്നത്. ദ ഡിമാൻഡ് കർവ് ഓഫ് മൊണോപ്പൊളി സ്ലോപ്പ് ഡൗൺവാർഡ്. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതാണ് വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ഒപ്പം എന്തും കൂടി വരച്ചിടണം, മാർജിനൽ റവന്യൂവും ആവറേജ് റവന്യൂവും, അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിയില് മാർജിനൽ റവന്യൂ വരും, ആവറേജ് റവന്യൂ വരും. അപ്പൊ ഇതും ഒന്നിച്ചിട്ട് വരച്ചിട്ടാലേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡയഗ്രാം ആയി തീരുള്ളൂ. അപ്പോ ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി ചോദിക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ എഴുതുക. ഈ 2 ടേബിളും മസ്റ്റ് ആണ്. ഈ 2 കർവും വരയ്ക്കണം കേട്ടോ, ഒന്നിച്ച് വരയ്ക്കണേ. ഈ 2 ഇത് MR കർവാണ്, ഇത് AR കർവാണ്. ഇത് രണ്ടും ഒരേ ലെവലിൽ നിങ്ങൾ വരച്ചിടണം. നിങ്ങൾക്ക് തിയറി എഴുതാൻ കിട്ടണില്ലെങ്കിലും നിങ്ങൾ ഈ കർവുകൾ കാരണം ഇത് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. ഡിമാൻഡ് കർവ് ഓഫ് മൊണോപ്പൊളി സ്ലോപ്പ് ഡൗൺവാർഡ്. അതുകൊണ്ട് ഇത് നിങ്ങൾ വരച്ചിടണം. ഇത് വരച്ചിട്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ടേബിളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൽ P = AR ഇട്ടിട്ടുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. TR കണ്ടുപിടിക്കുക എങ്ങനെയാണ്? P × Q. Pനെയും Qനെയും ഇൻറ്റു ചെയ്യുമ്പോഴാണ് TR കിട്ടുക. അതന്നെയാണ് AR. MR കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ചേഞ്ച് ഇൻ TR ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ Q എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ TRനെ മൈനസ് ചെയ്ത് പോകുക, TRN. ഇതാണ് TR. ഈ TRനെ മുകളിലത്തെ TRN1 മുകളിലത്തെ അതുകൊണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് MR കിട്ടുക. അപ്പൊ ഈ ടേബിൾ ഒന്ന് നോക്കൂ. AR അല്ലെങ്കിൽ P എന്ന് പറയുന്ന ടേബിള്, ഈ ടേബിളില് 11, 10, 9, 8, 7, 6, 5, 4 ക്വാണ്ടിറ്റി 0, 1 അങ്ങനെ 7 വരെ കൊടുത്തുള്ളൂ. ഇനി നമുക്ക് TR കണ്ടുപിടിക്കുക എപ്പോഴും അറിഞ്ഞിരിക്കണം. TR കണ്ടുപിടിക്കുക എങ്ങനെയാണ്? P × Q. പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയും ഗുണിക്കുമ്പോഴാണ് TR ടോട്ടൽ റവന്യൂ ലഭിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ടോട്ടൽ റവന്യൂ നമുക്ക് ലഭിക്കുക എങ്ങനെയാണ്? പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയും ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ലഭിക്കുന്നത്? TR ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR = ഇനി നമുക്ക് MR എങ്ങനെ ലഭിക്കുക? എന്ത് ചെയ്താൽ മതി മക്കളെ? ഇതിവിടെ ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ TRനെ കുറച്ച് വരിക. അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് TRN - TRN-1. അപ്പൊ നമ്മള് എന്ത് ചെയ്താൽ മതി? 10 - 0 ഇവിടെ 10 കിട്ടും. 18 - 10 8, 24 - 18 അപ്പൊ എത്ര കിട്ടി? 6 കിട്ടി, 6 കിട്ടി. അതേപോലെ 28 - 24 4 കിട്ടി. 30 - 28 2 കിട്ടി. 30 - 30 0. 28 - 30 -2. അപ്പൊ MR കിട്ടാൻ എന്ത് ചെയ്ത? ഇത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ഞാൻ സെയിം ഇതന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. MR കിട്ടണമെങ്കിൽ TRന്റെ മുകളിലെ സംഖ്യ താഴത്തെ സംഖ്യ, മുകളിലെ സംഖ്യ താഴത്തെ സംഖ്യ അങ്ങനെ മൈനസ് ചെയ്ത് പോരുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? MR കിട്ടുന്നത്. ഇനി TR എങ്ങനെ കിട്ടിയേ? P × Q. പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയും ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? TR കിട്ടുന്നത്. MR കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? TRന്റെ ഓരോ നമ്പേഴ്സും വെച്ച് മൈനസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? MR കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇക്വിലിബ്രിയം ഓഫ് ദ മോണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ഇക്വിലിബ്രിയം ഓഫ് ദ മോണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. അതായത് ഒരു മോണോപ്പൊളി ഫേമിന്റെ
പ്രൈസും ഔട്ട്പുട്ടും കണക്കാക്കുന്ന അതിന്റെ ഇക്വിലിബ്രിയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനില് അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഈ 10th ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. അതിൽ 2 രീതിയിലാണ് പ്രൈസും ഔട്ട്പുട്ടും കണ്ടെത്തുക. ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചും മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചും. മക്കളെ, ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ, പ്രൈസും ഔട്ട്പുട്ടും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇക്വിലിബ്രിയം നോക്കുമ്പോൾ അതിൽ 2 രീതിയിലാണ് പ്രൈസും ഔട്ട്പുട്ടും കണ്ടെത്തുന്നത്. ഏതൊക്കെ രീതിയിലാ? ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചും മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചും. മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചും ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചും. അതില് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചില് ശ്രദ്ധിച്ചോളൂ, monopolist can earn maximum profit when the difference between total revenue and total cost maximum. ഇപ്പൊ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചിൽ എന്താ പറയുന്നത്? ഒരു മൊണോപ്പൊളിസ്റ്റ് ഏൺ ചെയ്യുന്നു. എങ്ങനെ? ഒരു മൊണോപ്പൊളിസ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കിയിട്ടാ? when difference between TR and TC, ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും മാക്സിമത്തിലെത്തി അവ തമ്മിലുള്ള മാക്സിമത്തിന്റെ വ്യത്യാസമാണ് ഏത്? അതിലൂടെയാണ് ഏത് കണക്കാക്കാൻ ശ്രമിക്കുക? ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും കണക്കാക്കുക. അപ്പൊ ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനെ 2 ആയി തിരിക്കുന്നുണ്ട്. ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് എന്നും മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച് എന്നും. അതിലെ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് എങ്ങനെ പറയുക? ദ മൊണോപ്പൊളിസ്റ്റ് ഏൺ മാക്സിമം പ്രോഫിറ്റ് when difference between TR and TC maximum. മോണോപ്പൊളിസ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളിലൂടെ? TRും TCയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൂടെയാണ് മോണോപ്പൊളിസ്റ്റ് ഫേം എന്ത് ഏൺ ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അടുത്തതാണ്, അപ്പൊ അത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, TCയും TRും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ അത് മാക്സിമത്തിലെത്തുന്നുണ്ട്. TC മാക്സിമത്തിലെത്തും, TRും മാക്സിമത്തിലെത്തും. അവ തമ്മിലുള്ള വ്യത്യാസത്തിലൂടെയാണ് മോണോപ്പൊളിസ്റ്റ് എന്ത് ഏൺ ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. കുട്ടികളെ, ഇവിടെ കർവ് പറയുന്നത് ശരിയല്ലേ? കർവ് എന്താ പറയണത്? ഡയഗ്രം എന്താ നമ്മളോട് പറഞ്ഞു തരണേ? മോണോപ്പൊളിസ്റ്റ് ക്യാൻ ഏൺ മാക്സിമം പ്രോഫിറ്റ്. മോണോപ്പൊളിസ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യും. എങ്ങനെ? ഏത് തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ? TRും TCയും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെയാണ് മോണോപ്പൊളിസ്റ്റ് എന്ത് ഏൺ ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കൂ, TRും TCയും മാക്സിമം ലെവലിലെത്തി അവ തമ്മിലുള്ള വ്യത്യാസത്തിലൂടെയാണ് മോണോപ്പൊളിസ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അടുത്തത് എന്താ പറയുന്നത്? മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചിനെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് റൺ ആൻഡും ലോങ് റൺ എന്നും. അതിലെ ഷോർട്ട് റണ്ണിൽ വരുന്നതാണ് ഏത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും മിനിമം ലോസസും. അപ്പൊ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇത് വലിയൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. അതിൽ നമ്മൾ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് മനസ്സിലാക്കി. അതെങ്ങനെയെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അടുത്തത് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച് ആണ്. മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചിനെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? ദ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. ഷോർട്ട് റണ്ണിനെ വീണ്ടും 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതാ? സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും മിനിമം ലോസസും. അതില് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്?
ഇവിടെ ശ്രദ്ധിച്ചോളൂ, മാർജിനൽ റവന്യൂവും ആവറേജ് റവന്യൂവും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ ഇതൊക്കെ ഈക്വൽ ആകുമ്പോഴാണ് എവിടേക്ക് എത്തുക നമ്മള് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഇതൊക്കെ ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ഏൺ ചെയ്യുന്നു? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഓക്കെ, അടുത്തതാണ് നോർമൽ പ്രോഫിറ്റ്. അപ്പോ ഷോർട്ട് റണ്ണിലെ 3 കേസാ വരിക. അതില് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മാർജിനൽ റവന്യൂവും ആവറേജ് റവന്യൂവും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഇതൊക്കെ ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ഏൺ ചെയ്യാൻ കഴിയുന്നത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതാണ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് ആയിരിക്കുമ്പോൾ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇവ പക്ഷെ ഇവ എല്ലാതും ഒരുപോലെ ഈക്വൽ ആവുന്നില്ല, വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. മനസ്സിലായോ? ഇവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഉണ്ട്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും MR-ഉം AR-ഉം ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ എല്ലാതും ഈക്വൽ ആവുന്നില്ല കേട്ടോ. അപ്പോഴാണ് നോർമൽ പ്രോഫിറ്റിന്റെ കേസിലെത്തുക. ഇനി ലോസ് സംഭവിക്കുക എപ്പോഴാണ്? ഇതൊക്കെ മുകളിലേക്ക് പോയി. ലോസ് സംഭവിക്കും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും. ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് MR കർവിൽ മാത്രമേ ഈക്വൽ ആകുന്നു, ഇവിടെ ഈക്വൽ ആവുന്നില്ല. MR-ലും അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ റവന്യൂവും ഇവിടെ ഈക്വൽ ആവും, പക്ഷേ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റുമായിട്ട് ഈക്വൽ ആവുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ലോസ്, നഷ്ടം സംഭവിക്കുക. ഇതൊക്കെ ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്നതാണ്. മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചിൽ ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഡയഗ്രാംസ് നന്നായി ശ്രദ്ധിച്ച് വരയ്ക്കുക തന്നെ വേണം, വരച്ച് പഠിക്കണം. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് ഷോർട്ട് റൺ ഏതാ വരിക? ഇത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് വരും, ഇത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് വരും, ഈ കർവ് ആവറേജ് റവന്യൂ വരും, ഈ കർവ് മാർജിനൽ റവന്യൂ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇവിടെ നോർമൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആകുമ്പോൾ ഒക്കെ ഈക്വൽ ആയിട്ടാട്ടോ വരിക. അടുത്തത് ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി. അതും ഈ കർവ് നോക്കിയാൽ മതി. ലോങ് റൺ ഇക്വിലിബ്രിയത്തിലും ഒക്കെ ലോങ് റൺ ആവും. ലോങ് റൺ ആവറേജ് കോസ്റ്റും ആയിരിക്കും, ലോങ് റൺ മാർജിനൽ കോസ്റ്റും ആയിരിക്കും. ഇവിടെയൊക്കെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ആയിരുന്നില്ല. ഇവിടെയൊക്കെ ഏതാണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും ആണ്. അതൊക്കെ ഒരേപോലെ ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെയും സൂപ്പർ. ഇതന്നെയാണ് കേട്ടോ ഡയഗ്രാം, സെയിം ഡയഗ്രാം. പക്ഷെ ഇവിടെ FAC FMC നിട്ടണു, ഇവിടെ LAC LMC നിട്ടണു. ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലോങ് റണ്ണിൽ ഏൺ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത്രയും ടോപ്പിക്കുകൾ, മൊണോപ്പൊളി എന്താണ്, അതിന്റെ കാരണം, അത് ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി, അതേപോലെ ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫേം, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ എല്ലാതും നോക്കണം. എന്നാലും ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർഡ് ആവുക. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് 10th ചാപ്റ്റർ ആയിരുന്നു. അതിലെ കുറച്ച് ടോപ്പിക്കും കൂടി നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 10ൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡയഗ്രാംസും ടീച്ചർ പറഞ്ഞു തന്നു. ഇനി നമ്മൾക്ക് ഈ സെയിം യൂണിറ്റിൽ തന്നെ 10th യൂണിറ്റില് സെയിം നേരത്തെ പറഞ്ഞ ആ യൂണിറ്റിൽ തന്നെ വരുന്ന ഭാഗമാണ് എന്ത്? കമ്പാരിസൺ. മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള കമ്പാരിസൺ, എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അതില് ശ്രദ്ധിക്കുക, മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അതില് ഏകദേശം 6 എണ്ണം ഉണ്ട്. ഞാനിപ്പോ ഇവിടെ 3 എണ്ണം എഴുതിയിട്ടിട്ടുള്ളൂ. ബാക്കി ഇത് മനസ്സിലാക്കിയ പിന്നെ ബാക്കി 4 തൊട്ട് 6 വരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കുട്ടികളെ, ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം
അതില് ഡിസ്ക്രിപ്ഷൻ. മൊണോപ്പൊളിയിൽ എന്താ പറയുന്നത്? എക്സ്ട്രീം മാർക്കറ്റ് സിറ്റുവേഷൻ where there is only one seller, no competition. മാർക്കറ്റിന്റെ സിറ്റുവേഷനിൽ, മാർക്കറ്റിന്റെ സാഹചര്യത്തിൽ ഒരു വിൽപ്പനക്കാരൻ മാത്രമേ ഉള്ളൂ മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ. അതുകൊണ്ട് നോ കോമ്പറ്റീഷൻ, അവിടെ മത്സരമല്ല. ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ ആളുണ്ടാവുമ്പോഴേ മത്സരം നടക്കുള്ളൂ. ഇവിടെ ഒരുപാട് സാധനം, ആകെ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. മാർക്കറ്റ് സിറ്റുവേഷനില്, എക്സ്ട്രീം മാർക്കറ്റ് സിറ്റുവേഷൻ where there is only one seller, ഒരൊറ്റ സെല്ലർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എന്തില്ല? നോ കോമ്പറ്റീഷൻ, മത്സരമില്ല. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോഴോ ഫയർ, അവിടെ ഫയർ, അതായത് പലതരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിംഗ് ഉണ്ടായിരിക്കും, വിലപേശൽ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ആരൊക്കെ തമ്മില്? ബയേഴ്സ് ആൻഡ് ബയേഴ്സും, സെല്ലേഴ്സ് ആൻഡ് സെല്ലേഴ്സും. വാങ്ങുന്നവനും വിൽക്കുന്നവനും. അങ്ങനെ വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ തന്നെ ഫൈറ്റിങ്ങും കോമ്പറ്റീഷനും എവിടെ ഉണ്ടായിരിക്കും? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആവുമ്പോ ഉണ്ടാവും. എന്നാൽ മൊണോപ്പൊളി ആവുമ്പോ അങ്ങനെ ഒരു മത്സരമേ ഇല്ല. ഓൺലി വൺ സെല്ലർ. മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ ഒരു ഒറ്റ സെല്ലറേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു മത്സരവും ഇല്ല. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ അവിടെ ഫൈറ്റിംഗ് ഉണ്ടായിരിക്കാം. പിന്നെ അതേ ഡയറക്റ്റ് നേരിട്ടിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം. ആരൊക്കെ തമ്മില്? ബയേഴ്സും സെല്ലേഴ്സും തമ്മില് അവിടെ കോമ്പറ്റീഷനും ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം. അതേപോലെ രണ്ടാമത്തെ പോയിന്റിൽ പറയാണ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മൊണോപ്പൊളിയില് one seller and practically all buyers depend on him. ഒരു സെല്ലറിനെ ആര് ഡിപ്പെൻഡ് ചെയ്യണം? ബയേഴ്സ്, വാങ്ങുന്നവര് ഡിപ്പെൻഡ് ചെയ്യണം. ഏതായിരിക്കുമ്പോൾ? മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ ഒരു സെല്ലറിനെ എല്ലാ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വാങ്ങുന്നവൻ. സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വിൽക്കുന്നവർ. അപ്പോ എല്ലാ ബയേഴ്സും, എല്ലാ സാധനങ്ങൾ വാങ്ങുന്നവരും ഒരു സെല്ലറെ, ഒരു വിൽക്കുന്നവനെ മാത്രം എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. ഇവിടെയാണെങ്കിലോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോഴോ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സും ഒരുപാടുണ്ടായിരിക്കാം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബയേഴ്സും ഉണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ സെല്ലേഴ്സും ഉണ്ടായിരിക്കാം. അതേപോലെ ഇനി മൂന്നാമത്തെ പോയിന്റ് പറയണം, സപ്ലൈയിൽ പറയാണ്, സപ്ലൈ ഫ്രം ഓൺലി വൺ സെല്ലർ ഹെൻസ് കൺട്രോളബിൾ ഓവർ ദ സപ്ലൈ. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ വിൽപ്പന എന്ന് പറയുന്നതിന്റെ, വിൽപ്പനയുടെ ഫുൾ കൺട്രോളും ആരായിരിക്കും? വൺ സെല്ലർ, ഒരു ഒറ്റ വിൽപ്പനക്കാരനായിരിക്കാം. കൺട്രോൾ ഓവർ ദ സപ്ലൈ, എല്ലാ വിതരണത്തിന്റെയും നിയന്ത്രകൻ എന്ന് പറയുന്നത് ഓൺലി വൺ സെല്ലർ ആയിരിക്കാം മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോഴോ സപ്ലൈ കം ഫ്രം ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. വിതരണക്കാരൻ എന്ന് പറയുന്നത് ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ സപ്ലൈ ഈസ് നെഗ്ലിജിയബിൾ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സപ്ലൈ എവിടെ ഉണ്ടാവില്ല? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലിൽ ഇത് 6 പോയിന്റ്സ് ഉണ്ട്. ഞാൻ 3 എഴുതിയിട്ടുള്ളതും ഇതിന്റെ തുടർച്ച തന്നെയാണ്. ഈ 3 മനസ്സിലാക്കിയ ബാക്കിയുള്ള പോയിന്റ് നിങ്ങൾക്ക് അത് മറ്റത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ടോപ്പിക്കും കൂടി നിങ്ങൾ 10th യൂണിറ്റിൽ എക്സാമിന് നന്നായി നോക്കിപ്പോണം. അതേപോലെ 10th യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ, അതായത് വില വിവേചനത്തിന്റെ തരങ്ങൾ ഏതൊക്കെ? 3 തരങ്ങളാണുള്ളത്. പേഴ്സണൽ, ജോഗ്രഫിക്കൽ, ഓൺ ദ ബേസിസ് ഓഫ് യൂസ്. അപ്പോ ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില വിവേചനത്തിന്റെ തരങ്ങൾ ഏതൊക്കെയാണ്? പേഴ്സണൽ ആണ്, ജോഗ്രഫിക്കൽ ആണ്, അതേപോലെ തന്നെ ബേസിസ് ഓഫ് യൂസ്, അടിസ്ഥാനപരമായ ഉപയോഗമാണ്. അപ്പൊ 3 തരത്തിലുള്ള
പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഏതിലുള്ളത്? ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിലുള്ളത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏതൊക്കെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഡിഗ്രി എന്ന് നോക്കാം. ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏതൊക്കെ? 3 എണ്ണം. പേഴ്സണൽ ഉണ്ട്, ജോഗ്രഫിക്കൽ ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഉണ്ട്. ഇനി ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, തേർഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇനി പ്രൈസിങ് ഇൻ പബ്ലിക് മൊണോപ്പൊളി, അതായത് പബ്ലിക് മൊണോപ്പൊളിയുടെ പ്രൈസിങ് ഏതൊക്കെ? മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ഉണ്ട്, ആവറേജ് കോസ്റ്റ് പ്രൈസിങ് ഉണ്ട്, മേക്കപ്പ് പ്രൈസിങ് ഉണ്ട്. അപ്പൊ പ്രൈസിങ് ഇൻ പബ്ലിക് മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റ് പ്രൈസിങ്, മേക്കപ്പ് പ്രൈസിങ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ 10th ചാപ്റ്ററില് ഇത്രയും കാര്യങ്ങൾ അതേതൊക്കെയാണ്? കമ്പാരിസൺ ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസിങ് ഇൻ പബ്ലിക് മൊണോപ്പൊളി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് 10th യൂണിറ്റില് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക് 11ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. 11th മൊഡ്യൂളില് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. എന്താണ് ഈ 11ാമത്തെ ചാപ്റ്ററിന്റെ പേര്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ഇത് കുട്ടികളെ ചെറിയ ചാപ്റ്റർ ആണ്. ആകെ നമുക്ക് ഏകദേശം 3 ടോപ്പിക്കുകളെ കവർ ചെയ്യാനുള്ളൂ. ഒരു ചെറിയ മൊഡ്യൂളാണ്, അതുകൊണ്ട് തന്നെ 3 ടോപ്പിക്കാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഫസ്റ്റ് ടോപ്പിക്കാണ് കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെ? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കാം. രണ്ടാമത് മൊണോപ്പൊളി അല്ല, അത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, പ്രോഡക്റ്റുകൾ വ്യത്യസ്തമായിരിക്കാം, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, സ്വതന്ത്രമായി പ്രവേശിക്കാനും എക്സിറ്റ് പുറത്തേക്ക് പോകാനുമുള്ള സ്വാതന്ത്ര്യം, സെല്ലിംഗ് കോസ്റ്റ്, വിൽപ്പന ചെലവ്, ആബ്സെൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ്. ആബ്സെൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ്, ആബ്സെൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പര ആശ്രയത്വത്തിന്റെ അഭാവം. 2 ഡയമെൻഷണൽ കോമ്പറ്റീഷൻ, 2 തരത്തിലുള്ള മത്സരം. കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ഫാളിംഗ് ഡിമാൻഡ് കർവ്, ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ്, പൂർണ്ണമായ അറിവിന്റെ അഭാവം. ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായ അറിവിന്റെ അഭാവം. ഇത്രയും കാര്യങ്ങളാണ് ഏതിന്റെ ആശയങ്ങൾ? കൺസെപ്റ്റ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതൊക്കെ? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ആബ്സെൻസ് ഓഫ് ഇന്റർഡിപെൻഡൻസ്, 2 ഡയമെൻഷണൽ കോമ്പറ്റീഷൻ, കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ഫാളിംഗ് ഡിമാൻഡ് കർവ്, ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഈ 11th ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവാണ് നമ്മൾ നോക്കുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ്. അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ലാർജ് നമ്പർ ഓഫ് ഫേം സെല്ലിംഗ് കോസ്റ്റ് closely related but differentiated product make the demand curve downward sloping. monopolistic competition ആയിരിക്കുമ്പോൾ large number of firms selling closely related, ഒരുപാട് ഫേമില് എന്തുമായി റിലേറ്റ് ചെയ്യപ്പെടാന്നാ പറയുന്നത്? ഡിഫറന്റിയേറ്റ് പ്രോഡക്റ്റുമായി എന്ത് ചെയ്യപ്പെടാം? ലാർജ് നമ്പർ ഓഫ് ഫേം സെല്ലിംഗ്
ക്ലോസ്ലി റിലേറ്റഡ് ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്താകുന്നു? ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആവുന്നു. അപ്പോ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് പറയുന്നത്? ഏതുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ്? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്താകുന്നു? ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. അതുകൊണ്ട് നോക്കി നോക്കൂ, ഇതാ നമ്മുടെ ഡയഗ്രാം. പ്രൈസ്, ക്വാണ്ടിറ്റി, പിന്നെ ഇവിടെ പ്രൈസ് P1 ആയപ്പോ ക്വാണ്ടിറ്റി കൂടി, പക്ഷെ പ്രൈസ് ഇങ്ങനെ കൂടുമ്പോഴും ക്വാണ്ടിറ്റി കുറയിട്ടോ. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ലാർജ് നമ്പർ ഓഫ് ഫേംസ് സെല്ലിംഗ് ക്ലോസ്ലി റിലേറ്റഡ്. ലാർജ് നമ്പർ ഓഫ് ഫേംസ് സെല്ലിംഗ് ക്ലോസ്ലി റിലേറ്റഡ്. എന്തുമായിട്ടാണ് ഫേം ക്ലോസ്ലി റിലേറ്റഡ് ആവുന്നത്? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്, വ്യത്യസ്ത പ്രോഡക്റ്റുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലോസ്ലി റിലേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്താകുന്നു? ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. അതേപോലെ ഇനി 11th ചാപ്റ്ററിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇൻഡിവിജ്വൽ ഫേം ഇക്വിലിബ്രിയം ഈ ഷോർട്ട് റൺ പീരിയഡ്. ഒരു ഇൻഡിവിജ്വൽ ഫേം, ഒരു വ്യക്തിയുടെ ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫേം ഷോർട്ട് റൺ പീരിയഡിൽ എങ്ങനെ ആയിരിക്കാം? ദ ഡിമാൻഡ് കർവ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫേം ഈസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ്. ഡിമാൻഡ് കർവ് ഓഫ് ദ പ്രോഡക്റ്റിലെ ഇൻഡിവിജ്വൽ ഫേം എപ്പോഴും ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡിമാൻഡ് കർവ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻഡിവിജ്വൽ ഫേമില് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് പറഞ്ഞാൽ ഏതാ? ലെഫ്റ്റ് ടു റൈറ്റ്. ഡിമാൻഡ് കർവ് എങ്ങനെ ആയിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അപ്പൊ ഡിമാൻഡ് കർവ് ഫോർ ദ പ്രോഡക്റ്റ് ഇൻഡിവിജ്വൽ ഫേമിൽ എങ്ങനെയാണ്? ഒരു ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്. The various firms under monopolistic competition produce product when are close substitute to each other. അതിന്റെ കാരണം മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എപ്പോഴും എങ്ങനത്തെ ഗുഡ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം വെക്കാൻ കഴിയുന്ന ഗുഡ്സുകളാണ്. The various firms under monopolistic competition produce product which are close substitute each other. ഇവിടെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് each other എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം വെക്കാൻ കഴിയുന്ന ഗുഡുകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർവ് നോക്കൂ, ഇവിടെ MR, AR, ഡിമാൻഡ് കർവ് ഇത്. അപ്പൊ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു എപ്പോഴും ഷോർട്ട് പീരിയഡ് ചോദിക്കുമ്പോൾ MR-ഉം AR-ഉം വെക്കണം. അത് ഓർത്ത് വെക്കുക. ഇത്രയും ടോപ്പിക്കാണ് 11th ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറഞ്ഞു തരാണ്ടായിരുന്നത്. ഇത് നമ്മൾ എടുത്തത് 10th ചാപ്റ്ററിലെ ബാക്കിയുള്ള ഭാഗമാണ്. അപ്പൊ ഈ ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ എക്സാമിന് ഈ ടോപ്പിക്കുകളും അതേപോലെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എല്ലാ ടോപ്പിക്കുകളും നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇനി 12ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ.